അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7 തിങ്കളാഴ്ച. ADGP MR അജിത് കുമാറിന് ഒടുവിൽ സ്ഥാനചലനം. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചു. എന്നാൽ പോലീസ് ബറ്റാലിയന്റെ ചുമതല തുടരും. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് സ്ഥലം മാറ്റിയെന്നാണ് സർക്കാർ വാർത്താക്കുറിപ്പ്. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി മാറ്റി നിയമിച്ചു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടിയിൽ CPIയുടെ ആവശ്യം നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിയതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ലെന്നും തൃശൂർ പൂരം അടക്കമുള്ള വിഷയങ്ങളിൽ വിശദമായ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും CPI നേതാവും തൃശൂരിലെ ഇടതുപക്ഷ മുന്നണിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന സുനിൽകുമാർ പറഞ്ഞു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് വെറും പ്രഹസനമാണെന്നും നടപടിയിൽ തൃപ്തിയില്ലെന്നും ഇന്ന് നിയമസഭയിൽ കാണാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ പ്രതിപക്ഷത്തെ പേടിച്ചാണ് ഇത്തരമൊരു നടപടിയെടുത്തതെന്നും ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും ഏതു കാര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടിയെന്നറിയണമെന്നും സതീശൻ പറഞ്ഞു. ഇതിനെ ശിക്ഷാ നടപടിയെന്ന് വിളിച്ചാൽ നാണക്കേടെന്നും ADGPക്കെതിരായ നടപടി മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. ഒട്ടും ആത്മാർത്ഥമില്ലാത്ത നടപടിയാണിതെന്നും നിയമസഭ തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് തടി തപ്പാനും പുകമറ സൃഷ്ടിക്കാനുമുള്ള ചട്ടപ്പടി നടപടി മാത്രമാണിതെന്നും സുധാകരൻ ആരോപിച്ചു. മുന്നണിക്കകത്തുനിന്നും പ്രതിപക്ഷത്തു നിന്നും ജനങ്ങളിൽ നിന്നും കനത്ത സമ്മർദ്ദം വന്നപ്പോൾ വേറെ വഴിയില്ലാതെ സ്വന്തം തടി രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ADGP അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റിയതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ഇപ്പോൾ നൽകിയിരിക്കുന്നത് വെറുമൊരു ട്രാൻസ്ഫർ മാത്രമാണെന്നും അല്ലാതെ ഇതിനെ നടപടിയെന്ന് പോലും വിളിക്കാനാവില്ലെന്നും ഇത് വെറും കണ്ണിൽ പൊടിയിടൽ പരിപാടിയെന്നും ചെന്നിത്തല ആരോപിച്ചു. അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന CMA എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിട്ടുകൊണ്ടാണ് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സർക്കാർ നടപടിയിൽ നിലമ്പൂർ MLA PV അൻവർ പ്രതികരിച്ചത്. മഞ്ചേരിയിൽ ശക്തി തെളിയിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് പകരം സാമൂഹിക കൂട്ടായ്മ പ്രഖ്യാപിച്ച നിലമ്പൂർ MLA PV അൻവർ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിലാണ് കൂട്ടായ്മ. നയപരിപാടികൾ മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ അവതരിപ്പിച്ചു. യോഗത്തിൽ പങ്കെടുക്കാനും അൻവറിന്റെ വാക്കുകൾ കേൾക്കാനും ആയിരക്കണക്കിന് ആളുകളാണ് മഞ്ചേരിയിൽ എത്തിയത്. നയം പ്രഖ്യാപിച്ച PV അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് കേരളത്തിൽ 15ാമത് ജില്ല കൂടി രൂപീകരിക്കണം. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക നീതി, ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള കാവൽ, കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ, പ്രവാസി വോട്ടവകാശം ഉറപ്പുവരുത്തണം, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കണം, സംരംഭക സംരക്ഷണ നിയമം നടപ്പിലാക്കണം, സ്കൂൾ സമയം 8 മണി മുതൽ 1 മണി വരെ ആക്കണം, ആരാധനയ്ക്കും വിശ്വാസത്തിനും സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, ജാതി സെൻസസിലൂടെ തുടങ്ങിയവയാണ് നയരേഖയിലെ പ്രധാന കാര്യങ്ങൾ. ADGP അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ആരോപണങ്ങൾ തുടർന്ന് PV അൻവർ MLA. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയപ്രഖ്യാപന വേദിയിലാണ് വിമർശനം. DMK പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് PV അൻവർ പ്രസംഗം ആരംഭിച്ചത്. താൻ ചെന്നൈയിൽ പോയതാണ് പുതിയ കോലാഹലമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും DMKയുടെയും ആശീർവാദത്തിനായാണ് ചെന്നൈയിൽ പോയതെന്നും PV അൻവർ ശരിവച്ചു. CPMഉം BJPയും തമ്മിൽ പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ധാരണയുണ്ടായിട്ടുണ്ടെന്നും CPMഉം BJPയുമായുള്ള വോട്ട് കച്ചവടത്തിന് നേതൃത്വം നൽകിയത് ADGP അജിത് കുമാറാണെന്നും അൻവർ ആരോപിച്ചു. PV അൻവറിനെ പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കില്ലെന്ന നിലപാടിൽ DMK നേതൃത്വമെന്ന് റിപ്പോർട്ടുകൾ. കേരളത്തിലെ LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമെന്ന് DMK വക്താവ് പ്രതികരിച്ചു. വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂർ MLA PV അൻവറിനെ DMKയിൽ എടുക്കാൻ സാധ്യതയില്ലെന്ന DMK വക്താവ് TKS ഇളങ്കോവന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് അൻവറിന്റെ സഹപ്രവർത്തകൻ EA സുകു. ഇളങ്കോവനല്ല DMKയുടെ അവസാന വാക്കെന്ന് സുകു പറഞ്ഞു. PV അൻവറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി PM മനോജ്. പാർട്ടി വേറെ ലെവലാണെന്നും അൻവർ തരത്തിൽ പോയി കളിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്.
എം.വി. രാഘവന് സാധ്യമല്ലാത്തത് പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് ആർക്കും സ്വപ്നം കാണാമെന്നും എന്നാൽ ഇത് വേറെ പാർട്ടിയാണെന്നും PM മനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ആവർത്തിച്ച് KT ജലീൽ MLA. സ്വർണ്ണക്കടത്തിൽ പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണെന്നും സ്വർണ്ണക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ ഖാളിമാർ തയ്യാറാവണമെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് KT ജലീൽ നടത്തിയ പ്രസ്താവന നികൃഷ്ടവും അപകടകരവുമാണെന്നും ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളായി ചിത്രീകരിക്കുകയാണ് ചെയ്തതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി ഒരു സമുദായത്തെ ഇരയാക്കരുതെന്നും ഇതാണോ CPM നിലപാടെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വർണം കടത്തുന്നത് ഒരു സമുദായമാണെന്ന് KT ജലീൽ MLA പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണെന്ന് PV അൻവർ MLA പറഞ്ഞു. ജലീൽ അത്രയ്ക്ക് തരം താഴുമോ എന്നും അൻവർ ചോദിച്ചു. KT ജലീൽ MLAയുടെ മലപ്പുറം പരാമർശത്തിൽ വിമർശനവുമായി വണ്ടൂർ MLA AP അനിൽകുമാർ. പിണറായി ഭക്തി പ്രകടിപ്പിക്കാനുള്ള ആയുധമാക്കി മലപ്പുറം ജില്ലയെയും ജനങ്ങളെയും മാറ്റിയെന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് അനിൽകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് KT ജലീൽ MLA നടത്തിയ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്ന് SYS നേതാവ് നാസർ ഫൈസി കൂടത്തായി. മതപണ്ഡിതന്മാരെ വിവാദത്തിലേക്ക് അനാവശ്യമായി ജലീൽ വലിച്ചിഴക്കുകയാണെന്നും ജലീൽ പിണറായിയുടെ ഉപകരണമാണെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. മുസ്ലിം പണ്ഡിതന്മാരെയും ഖാളിമാരെയും പാണക്കാട് തങ്ങൾമാരെയും കുറിച്ചുള്ള ജലീലിന്റെ പ്രസ്താവനകൾ ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. KT ജലീൽ MLAയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന വിദ്വേഷം ഉണ്ടാക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്. മുഖ്യമന്ത്രിയുടെ കൈപൊള്ളിയപ്പോൾ PR ഏജൻസി ഏൽപ്പിച്ച ദൌത്യമാണ് ജലീൽ ഇപ്പോൾ ചെയ്യുന്നതെന്നും ജലീൽ ഏറ്റെടുത്തത് BJPയുടെ പ്രചാരണമാണെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. മലപ്പുറത്തെ ഒറ്റുകൊടുത്തത് ജലീലാണെന്നും പ്രസ്താവന പിൻവലിച്ച് നാടിനോട് മാപ്പ് പറയണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് MLA KT ജലീൽ. വളരെ സതുപദേശപരമായി താൻ നടത്തിയ പ്രസ്താവനയെ വളരെ വികൃതമായിട്ടാണ് PMA സലാം പറഞ്ഞത്. താൻ മലപ്പുറം വിരുദ്ധത പറഞ്ഞു എന്ന നിലയിൽ വരുത്തി തീർത്തുവെന്നും ഇതിനെ ചൊല്ലി സൈബർ ഇടങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുവെന്നും KT ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. ഉന്നത ലീഗ് നേതാവായ MK മുനീറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും ഇതിന് ലീഗ് നേതൃത്വം മറുപടി പറയണമെന്നും വസീഫ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുനീറിന്റെ വിദേശയാത്ര പരിശോധിക്കണമെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ ബന്ധം തെളിയുമെന്നും DYFI സംസ്ഥാന പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പ്രവാസി മലയാളികൾക്ക് പുതിയ ലൈസൻസ് എടുക്കുന്നതിനും കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ പുതുക്കുന്നതിനും ഒരു ദിവസം 5 സ്ലോട്ടുകൾ നീക്കിവച്ചിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇത് അനുവദിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മടിച്ചാൽ തന്റെ ഓഫീസിൽ പരാതിപ്പെടാമെന്നും ഉടൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ശബരിമല ദർശനത്തിനായി ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകർ എത്തിയാൽ അത് പരിശോധിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെത്തുന്ന ഭക്തരുടെ ആധികാരികമായ രേഖ ആവശ്യമാണെന്നും അതിന് ഓൺലൈൻ ബുക്കിംഗ് ആണ് ഉചിതമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരുപ്പതിയിൽ ഫലപ്രദമായി നടക്കുന്ന ഓൺലൈൻ ബുക്കിംഗിൽ പരാതികളില്ലാത്ത സാഹചര്യത്തിൽ ശബരിമലയിൽ മാത്രം എന്താണ് തർക്കമെന്നും അദ്ദേഹം ചോദിച്ചു. ശബരിമലയിലെത്തുന്ന ഒരു ഭക്തനും ഭഗവാനെ കാണാതെ തിരിച്ചു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് പൂർണ്ണമായും ഓൺലൈൻ ആക്കുന്നതിന് പകരം 10% പേരെ സ്പോട്ട് എൻട്രി വഴി കടത്തിവിടണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയാത്ത ഭക്തരെ ക്യൂ വഴി പ്രവേശിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ വീട്ടിൽ നടന്ന മോഷണത്തിൽ ജോലിക്കാരിയടക്കം അറസ്റ്റിലായതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തായി. പ്രതികൾ കഴിഞ്ഞ 4 വർഷമായി വീട്ടിൽ നിന്നും ആഭരണങ്ങൾ കവർന്നിരുന്നുവെന്നാണ് കണ്ടെത്തൽ. വീടിന്റെ പൂട്ട് പൊട്ടിക്കുകയോ അലമാരയുടെ പൂട്ട് പൊട്ടിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് വീട്ടുകാരിൽ സംശയം ജനിപ്പിച്ചതെന്നും പോലീസ് അറിയിച്ചു. PSC ചോദ്യപേപ്പർ തലേ ദിവസം വെബ്സൈറ്റിൽ എന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ.
ഇത് സംബന്ധിച്ച് കേരള കൌമുദി പത്രത്തിൽ വന്ന വാർത്തയിൽ PSC പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യപേപ്പർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ വസ്തുത മറ്റൊന്നാണെന്ന് PSC വാർത്താക്കുറിപ്പിൽ പറയുന്നു. റഷ്യയിലെ കിനോ ബ്രാവോ അന്തർദേശീയ ചലച്ചിത്രമേളയിൽ തിളങ്ങി മഞ്ഞുമൽ ബോയ്സ്. മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരം ചിത്രം സ്വന്തമാക്കി. ബെസ്റ്റ് ഫിലിം മ്യൂസിക് വിഭാഗത്തിൽ സുഷിൻ ശ്യാമിനാണ് പുരസ്കാരം. അവാർഡ് ചിത്രത്തിന്റെ സംവിധായകൻ ചിദംബരം ഏറ്റുവാങ്ങി. മലയാളി വൈദികനെ കർദിനാൾ പദവിയിലേക്ക് പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി രൂപതാംഗമായ മോൺസിഞ്ഞോർ ജോർജ് കുവക്കാടിനെയാണ് കർദിനാളായി വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. സ്ഥാനാരോഹണം ഡിസംബർ 8 നടക്കും. 20 പുതിയ കർദിനാൾമാരെയാണ് വത്തിക്കാൻ പ്രഖ്യാപിച്ചത്. നിലവിലെ വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സംഘത്തിൽ അംഗമാണ് നിയുക്ത കർദിനാൾ. ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാപ്പള്ളി ഇടവക അംഗമാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പ്രമുഖ വ്യവസായി മുംതാസ് അലിയെ കർണാടകയിൽ നിന്നും കാണാതായി. ജനതാദൾ എസ് MLA BA ഫാറൂഖിന്റെയും മുൻ കോൺഗ്രസ് MLA മൊഹിയുദ്ദീൻ ബാവയുടെയും സഹോദരനും കർണാടകയിലെ പ്രമുഖ വ്യവസായിയുമാണ് കാണാതായ മുംതാസ് അലി. ഇദ്ദേഹത്തിന്റെ കാർ കേടുപാടുകളോടെ മംഗളൂരുവിലെ കുളൂർ പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വൻതോതിൽ രാസലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഫാക്ടറി മധ്യപ്രദേശിൽ കണ്ടെത്തി. സംസ്ഥാന തലസ്ഥാനമായ ഭോപ്പാലിന് സമീപത്താണ് കോടികളുടെ ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. 1814 കോടി രൂപ വില വരുന്ന അസംസ്കൃത പദാർത്ഥങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തു. 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് സൌജന്യ വൈദ്യുതി നൽകാൻ NDA സഖ്യത്തെ വെല്ലുവിളിച്ച് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌജന്യ വൈദ്യുതി ലഭ്യമാക്കിയാൽ താൻ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ത്യയിലെത്തി. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൌപതി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 7 പാരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്നും വ്യോമാക്രമണത്തിൽ ആശുപത്രിക്ക് കേടുപാട് സംഭവിച്ചതോടെ ആശുപത്രി അടച്ചുപൂട്ടിയെന്നും അധികൃതർ അറിയിച്ചു. ഭയം കാരണം പ്രദേശത്തെ ആംബുലൻസ് ജീവനക്കാർ സർവീസ് നിർത്തിവച്ചതോടെ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കാനാവാത്ത സാഹചര്യമാണെന്നും ആശുപത്രി ഡയറക്ടർ പറഞ്ഞു. ഇംഗ്ലീഷ് ചാനൽ മുറിച്ചുകടക്കാനുള്ള ശ്രമത്തിനിടെ 4 അനധികൃത അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു. 2 വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞടക്കം 4 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് ഫ്രഞ്ച് അധികൃതർ വിശദമാക്കുന്നത്. എഞ്ചിൻ തകരാറിലായ 2 ബോട്ടുകളിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒപ്പമുണ്ടായിരുന്നവരിൽ നിന്നും ചവിട്ടേറ്റ് അബോധാവസ്ഥയിലായ നിലയിലാണ് ഇവരെ കണ്ടെത്തിയതെന്നാണ് ഫ്രഞ്ച് അധികൃതർ വിശദമാക്കുന്നത്. ലോകത്ത് 2 സംഘർഷങ്ങൾ നടക്കുമ്പോൾ UN കാഴ്ചക്കാരനായി ഇരിക്കുകയാണെന്നും യുക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രായേൽ ഹമാസ് സംഘർഷം എന്നിവ പരിഹരിക്കാൻ UN-ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN ഓൾഡ് കമ്പനി എന്നാണ് S. ജയശങ്കർ വിമർശിച്ചത്. ഐക്യരാഷ്ട്രസഭ ഇന്നും ഒരു പഴയ കമ്പനിയെ പോലെയാണെന്നും അത് വിപണിയുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നില്ലെന്നും ജയശങ്കർ പറഞ്ഞു. വനിതകളുടെ T20 ക്രിക്കറ്റ് ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പാകിസ്ഥാനെതിരെ 6 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യയ്ക്കായി അരുന്ധതി റെഡ്ഡി 3 വിക്കറ്റുകൾ നേടി. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 105 റൺസിൽ പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 19.5 ഓവറിൽ 127 റൺസെടുത്ത് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 11.5 ഓവറിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 16 പന്തിൽ 39 റൺസെടുത്ത ഹാർദിക് പാണ്ഡ്യയും 29 റൺസ് വീതമെടുത്ത സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും ഇന്ത്യയുടെ വിജയം എളുപ്പമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.